രണ്ട് കൈ പുസ്തക പ്രകാശനം പുസ്തകം പങ്കിടൽ കഴിഞ്ഞു. പരിചയപ്പെടുത്താനായിട്ട് മഞ്ജു ന്യൂസിനെ സ്നേഹം പിടിക്കുന്നു. ഞാൻ വളരെ അഭിലാഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കവിത അറിയാമെന്നല്ലാതെ കവിതയുടെ സൂക്ഷ്മഭാവങ്ങളെ പറ്റി പറയാനുള്ള അത് വളരെ കുറവുള്ള ഒരാളാണ്. സച്ചയൊക്കെ അനിയെന്ന് പറഞ്ഞാൽ മതി, ഇത് വളരെ നിസ്സാരമാണ്. പിന്നെ എൻ്റെ പേര് അടുക്കള എന്നാണ്. ഞാൻ ഒത്തിരി വർഷമായിട്ട് അടുക്കളയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് എളുപ്പമായിരിക്കും എന്നുള്ള ഒരു ഇത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇതിനകത്തുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ആദ്യമേ കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടാണ് വളരെ സൂക്ഷ്മമായ ചില കാര്യങ്ങൾ എല്ലാ കാലത്തും കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എല്ലാം അടുക്കള എന്നുള്ളത്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ചിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ ഒരു കാലത്തും ഒരു സ്ഥലത്ത് നിന്നിട്ട് അതിൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു സ്ഥലത്തും ഗൗരവമായിട്ട് ബഹളം വയ്ക്കുകയൊന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു തീരുമാനം വരുന്ന സമയത്ത് വളരെ അങ്ങനെയുള്ള ഒരു സംസാരം നമ്മളുടെ ഉച്ചനേരങ്ങളിലോ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ അടുക്കളയിലെ സൂക്ഷ്മത വെച്ചിട്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭക്ഷണം വളരെ വിശിഷ്ടപ്പെട്ട് എൻ്റെ തീന്മേശകളിൽ വിളമ്പി വയ്ക്കുകയും ആ സംസാരിച്ച ആൾക്കാരെ കൊണ്ട് അത് കഴിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൂക്ഷ്മത അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ രീതി നടപ്പിലാക്കുക, റോട്ടിൽ നിന്ന് പറയേണ്ടതില്ല എന്ന് വിചാരിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ കവിതകളെ കാണുന്നത്. ഇതിൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അടുക്കളയിൽ നിങ്ങളുടെ എല്ലാവരുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം എന്താണ് എന്നൊന്ന് പറയാം. ഇപ്പൊ ഭാര്യ ഇല്ല, അടുക്കള തുറന്നാൽ ആദ്യം വേണ്ടത് അമ്മയാണ്. അടുക്കള തുറന്നാൽ ഭാര്യ എന്നൊക്കെ പറയുന്നത് ഇതേ ഭാവത്തിൽ തന്നെയാണ്. അടുക്കള തുറന്നാൽ അമ്മയില്ലാന്നുണ്ടെങ്കിൽ ഈ അടുക്കള എന്നുള്ള കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. അതുകൊണ്ടാണ് സച്ചേട്ടൻ ആദ്യത്തെ കവിത അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മയൊരു തേങ്ങലിൽ മുനയിൽ കുരുങ്ങുന്ന തെന്നലായി ഇടറിയെത്തുന്നു പതുക്കെ പതുക്കെ എന്നാണ്. ഏതടുക്കളയിലും എല്ലാ കാലത്തും നമ്മൾ മരണം വരെ നമ്മൾ ആദ്യം കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ യൗവനകാലത്തോ ശൈശവത്തിലോ ബാല്യത്തിലോ ആ സമയത്ത് കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ ഒരു ചിന്ത പിന്നീട് നമ്മൾ ഏതൊക്കെ സ്ഥലത്ത്, പ്രത്യേകിച്ച് മലയാളികൾ അതിനെ പറ്റിയിട്ട് വളരെ നമ്മുടെ ഈ കോണ്ടിനെന്റൽ ഫുഡൊന്നും അല്ലല്ലോ, നമുക്ക് നമ്മുടേതായ ഒരു രുചി നമ്മുടേതായ സ്പൈസസും ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ മരണം വരെ നമ്മൾ അന്നത്തെ ആ സാധനം എൻ്റെ അമ്മ ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ അമ്മ മരിച്ചിട്ട് 60 കൊല്ലമായാൽ പോലും എൻ്റെ അമ്മ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞു കാലത്ത് കഴിച്ച ആ ഒരു ഭക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ രുചി അതിൻ്റെ ഒരു വാസന എന്നുള്ളത് എല്ലാ കാലത്തും മനുഷ്യനെ പിന്തുടരുന്ന ഒരു സാധനമാണ്. ഈ കവിതകളിൽ മല്ലിയും എല്ലാം ചേർന്ന പോലത്തെ ഒരു വാസനയുള്ള വിഭവമാണ് മൊത്തത്തിൽ ഈ പുസ്തകം. സ്വാഭാവികമായിട്ട് അടുക്കള എന്നുള്ളത് അമ്മയാണ്. അമ്മ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അതിന്റെ അവസാന ഭാഗം ഈ കവിതയുടെ ആദ്യത്തെ കവിതയെ പറ്റി മാത്രമാണ് ഈ പറയുന്നത്. അവസാന ഭാഗം പറയുന്നത് എന്റെ ദുർജാതകത്തിന്റെ നീണ്ട ശിവരാത്രികളിൽ അമ്മ വരുന്ന ഓമന തിങ്കൾ കിടാവാൽ നീറുന്ന നിലവിന്റെ കവിളയിൽ മെല്ലെ തലോടി നിദ്ര എണ്ണിലരിയുന്നു അമ്മ. ഇത്രയൊക്കെ ദുർജാതകത്തിൽ പെട്ടുപോയാലും നമ്മൾ ഏത് വത്സാകാലത്ത് നമ്മൾ വീഴാൻ നേരത്ത് അമ്മയെ തന്നെ വിളിക്കാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ഈ ഭക്ഷണത്തിന്റെയും ഭാഷയുടെയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു മിശ്രിത ഭാവം കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ കവിതകളെ പറ്റിയൊന്നും പറയാൻ പോകില്ല, കാരണം ഞാൻ എൻ്റെ യൗവനകാലത്ത് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി ചൊല്ലി കേട്ടിട്ടുള്ള ചില കവിതകളൊക്കെ ഇതിനകത്തുണ്ട്. അതിനെ പറ്റിയൊക്കെ ഞാൻ ഈ പറയാൻ മുതിരുക എന്ന് പറയുന്നത് എൻ്റെ അഹങ്കാരമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കന്യ എന്ന് പറയുന്ന കവിത, മുട്ടുകുത്തി കരം ചുംബിച്ച് കേഴുവാൻ മാത്രം
മാത്രമാണ് എത്തുന്നു വീണ്ടും പുലരി കെട്ടുന്നത്. ഇതിനകത്തുള്ള കുറേ സ്ത്രീകളുണ്ട് ഈ കവിതകളിൽ, ഈ പുസ്തകത്തിൽ മൊത്തമായിട്ട്. കുന്തി, മേരി, അമ്മ, സ്വാഭാവികമായും എൽസി ഒത്തിരി പ്രാവശ്യവും ഇതിനകത്ത് വരുന്നു. ഞാൻ പണ്ട് ഡിഗ്രി കാലത്ത് ഈ കവിത കേട്ടപ്പോഴാണ്, പിന്നീട് ഗ്രേസി എന്നുള്ള കവിത കേൾക്കുകയോ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ കവികളും അവരവരുടെ പേര് വെച്ച് കവിത എഴുതുമായിരിക്കും എന്ന് ധരിച്ചു വെച്ചിരുന്നു. അത് അങ്ങനെയല്ല എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇതിനകത്ത് കരക്കുറി, നനയും മിഴി മുഖഞ്ഞമ്മ, പിന്നിലറയിലെ ഇഴപൊട്ടിയ ചൂലുമായി ഒരു കാക്കക്കാലും തണലിൽ നടുനിർത്തി നിൽക്കുമ്പോൾ പാടേ മാന വനമഞ്ഞളിൽ കവിൾപ്പാടുകൾ തലോടുമ്പോൾ. ഒരു ഇത്ര എനിക്ക് ഏറ്റവും അമ്മയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് ഈ ഒരു സംഭവമാണ്. കാരണം ഈ മുറ്റടിക്കുക എന്ന് പറയുന്നത്, ഞാനങ്ങനെ മുറ്റമടിക്കുന്നതിനെ പറ്റിയിട്ട് കവിത എഴുതി വെച്ചിട്ടുണ്ട്. മുറ്റമടിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളും, ഒരുമാതിരി എല്ലാ സ്ത്രീകളും ഈ ഗംഭീരമായ നടുവേദനയുടെ ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. കണക്കുകളും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അടിച്ചടിച്ച് നമ്മൾ നിവരുമ്പോഴല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഖം നിവർന്നു നിൽപ്പിലാണ് എന്ന് തോന്നിപ്പിക്കുന്നത്. എന്നാൽ ഈ വിറ്റമണി വേറെ ആരും ഏൽക്കുകയില്ല. എങ്കിൽ ഈ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിറ്റടിക്കണേ എന്നുള്ള പക്ഷേ നമ്മളിത് ചെയ്യുകയും ചെയ്യും. പക്ഷെ ആ കറക്റ്റായിട്ട് വളരെ നടുവേദനക്കാരിയായ മിച്ചമടിക്കുമ്പോൾ മുഴുവനും എൻ്റെ നട്ടല് പൊട്ടി തത്തിൻ്റെ വേദന എടുക്കുന്ന എനിക്ക് ഈ ഒരു കവിതയോട് അതിഗംഭീരമായിട്ടുള്ളൊരു പ്രത്യേക സ്നേഹമുണ്ട് എന്ന് പറയാനുണ്ട്. അതൊരു ഗംഭീര കവിതയാണ്. അതിൻ്റെ തുടക്കത്തിൽ അവസാനത്തിൽ രണ്ട് കാര്യങ്ങൾ വേറെ പറയുന്നത്. കഥയിൽ ചോദ്യം പാടില്ല. ഒരിടയിലും ആടുമുണ്ടായിരുന്നു. ശാപം മൂലം മനസ്സും സംസാര ശേഷിയും ഒഴികെ മറ്റെല്ലാം പരസ്പരം കൈമാറിക്കൊണ്ടുവന്ന ആടിടയിനോട് തന്നെ കൊല്ലരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുവാൻ. എങ്കിലും ദിവസവും ഇടയൻ ആടിനെ തരും. ഒരു നാൾ ഇടയനും ആടും യാഗത്തിന് പോയി. ആട് രാജാവിനോട് തന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞു. രാജാവ് ആടിനെ സ്വതന്ത്രമാക്കി. തിരിച്ചു വരുന്ന വഴി ശ്രീ ബുദ്ധനെ കണ്ടപ്പോൾ അവന് വന്ദനം പറഞ്ഞു. സംസാരിക്കുന്ന ആട് ദുശ്ശകരമെന്ന് കണ്ട് ബുദ്ധൻ ആടിനെ പിടിച്ച് പൊരിച്ചു നിന്നു. അന്നു മുതൽ ഇടയൻ 4 കാലിൽ പുല്ല് നിന്ന് നടക്കുകയാണ്. കവിതയിൽ ചോദ്യമാണ്. ഈ കഥയിൽ ചോദ്യം പാടില്ല എന്ന് ഈ ആട് എന്ന കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നത്തെ ഇതിൽ ശകുനം എന്നുള്ളതിൽ കഥയിൽ ചോദ്യം പോലെ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അത്ര സൂക്ഷ്മമായിട്ട് പറയുന്നതല്ല, എങ്കിലും കഥയിലും കവിതയിലും ഒക്കെ ചോദ്യമാകാം എന്നുള്ളതാണ്. ഈ കവിതയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് വരികളിൽ ഒരെണ്ണം കടത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയില് അമർഷത്തിൽ കരക്കി പിടിച്ചിട്ട മീൻ പോലെ വിഷാദം. എന്തൊരു ആ വിഷാദം എത്ര ആഴമുള്ളതാണ് എന്നുള്ളതാണ്. ഉപ്പ് വറ്റിയ കടൽ വെള്ളത്തിൽ സ്വപ്നം പോലെ തിരിഞ്ഞ് തോണിക്കാമ്പും പുഷ്പചക്രവും തീയും എന്നാണ് ആ വിഷാദത്തിന് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതിങ്ങനെ ഉപ്പിട്ട് വെച്ച പോലത്തെ ഒരു വിഷാദമായിട്ട് അവിടെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. ഇത് നിലാവിലെസ്യം എന്നുള്ള കവിത ഞാൻ തൊടുന്നേ ഇല്ല. കാരണം അത് അത്രയും ഭയപക്ഷി ബഹുമാനത്തോടെ മാറ്റിവെക്കുകയാണ്. എല്ലാവരും വായിച്ചിട്ടുള്ള, എല്ലാവരും കേട്ടിട്ടുള്ള, എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അടുക്കള എന്നുള്ളതിൽ കടുക് മണികളുടെ ചെപ്പ്, എല്ലാം പഴയതുപോലെ തടവിൽ കിടക്കുന്ന വെണ്ടയ്ക്ക, തക്കാളി, കടുക് മണികളുടെ ചെപ്പ്, നിശബ്ദമായ സന്ദർശകരെ പോലെ ഉപ്പും പഞ്ചസാരയും, വിളമ്പി ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ഡബ്ബകൾ, അനക്കമറ്റ ഇനിയും കാലമാകാത്ത പാലം, വരച്ച് പറ്റിയതുപോലെ സകലതും എന്നുള്ള വരികളൊക്കെ അതിഗംഭീരമായിട്ടുള്ള അടുക്കളയുടെ ആ ഒരു എന്താ പറയാ ചിന്തയും അതിൻ്റെ ഒരു രാഷ്ട്രീയവും ഒക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വരിയും കൂടെ പറഞ്ഞിട്ട് നിർത്താം എന്നുള്ളത് തോന്നുകയാണ്. ചന്ത എന്നുള്ള കവി ഒരു കരയാമ്പൂ മാത്രം ജീവിതത്തിൻ്റെയും അവസാന സാധ്യത പരീക്ഷിക്കുകയാണ്. ഒരു കരയാമ്പൂ മാത്രം ജീവിതത്തിൻ്റെയും അവസാന സാധ്യത പരീക്ഷിക്കുകയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഈ കരയാമ്പൂ എന്ന് പറയുന്ന സാധനം ഭയങ്കര രുചി, ഭയങ്കര തീക്ഷ്ണതയുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് ഒരിക്കലും ഇങ്ങനെ അതിൻ്റെ ഒരു
ഓർമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മളിങ്ങനെ കുറെ കാലം നീട്ടി ഇങ്ങനെ പിടിച്ചു നിർത്താൻ പാകത്തിനുള്ളൊരു പുകച്ചിലുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് അത്രയും തീക്ഷ്ണമായ കവിതകളാണ് ഇതിനകത്ത് കുറെ കവിതകളിൽ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത കുറെ സാധനം എന്താണെന്ന് വെച്ചാൽ ഈ രാഗങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള ബോധ്യങ്ങളാണ്. രാഗവും താളവും ഒക്കെ വരുന്നത് പല്ലാവൂരിൽ ഒരാൾ അങ്ങനെയുള്ള രാഗത്തിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ബോധവുമില്ലാതെ ഞാനത് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. എനിക്ക് കവിത അറിയാമെന്നല്ലാതെ ഇടതല വലതല എന്നുള്ളത് തന്നെ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളാണ് എന്നുള്ളത് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പിന്നെ വീണ്ടും രണ്ടാമതും അതായത് അവസാനത്തെ കവിതയാണെന്നുള്ളതും എൽസിക്ക് എന്നുള്ളതാണ്. ഇലമുളച്ചി പോൽ ഗൂഢമായ എന്റെ ഉള്ളറ നിറച്ചു തൊലി എരിഞ്ഞ ഋതുക്കളിൽ എത്രയോ വലയ വർഷങ്ങൾ കാതലെ എന്നൊക്കെ ഉള്ള അതിഗംഭീരമായ സ്നേഹത്തോടു കൂടിയുള്ള വിളികൾ ഈ കവിതയിലുണ്ട്. ഈ കവിത എല്ലാവരും ഓരോ വട്ടമൊക്കെ വായിച്ചു കഴിഞ്ഞ കവിതകളാണ്. എന്നാലും പുതുക്കിയ അടുക്കള എന്നുള്ള നിലയിൽ ഒരു പുതിയ അടുക്കള എന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴും എന്താ പറയാ ഒരു സ്ഥലം നമ്മൾ റിവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് അവിടെ ചെന്ന് അല്ലെങ്കിൽ ഒരു പുതിയ നോക്ക് എടുക്കുമ്പോൾ അതിൽ നമ്മൾ നല്ല കൈയക്ഷരത്തിൽ എഴുതാൻ ശ്രമിക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നൽ ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ സൂക്ഷ്മമായ രാഷ്ട്രീയം, അതിൻ്റെ സൂക്ഷ്മമായ താളബോധം ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാം വായിച്ചു കഴിഞ്ഞിട്ടുള്ളതുമാണ് സച്ചിയുടെ കവിതകൾ. അതിനെ പറ്റി ഇത്രേ പറയാനുള്ളൂ. സ്നേഹം. നമസ്കാരം. ഈ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി കവിത എഴുതുക എന്നുള്ളതാണ്. കാലം പോകുന്തോറും ഒരു കവിത എഴുതാൻ 9 മാസം 10 മാസം 1.5 കൊല്ലമൊക്കെ എടുക്കുന്നില്ല. പക്ഷെ തിരുത്തി കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടായ പോലെയുള്ള ഒരവസ്ഥയിലേക്ക് എൻ്റെ അടുത്ത് മാറി കഴിഞ്ഞു. പക്ഷെ ഞാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരനായിരുന്ന ദിവിച്ചേട്ടൻ, ഞാൻ അദ്ദേഹത്തെ ദിവിച്ചേട്ടൻ എന്ന് വിളിക്കും, അദ്ദേഹം എന്നെ സച്ചേട്ടൻ എന്ന് വിളിക്കും. അങ്ങനെ ദിവാകരൻ എന്ന പേര്. മരാശാരിയായിരുന്നു. വാതിലുകളിൽ കൊത്തുപണിയെടുത്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ അയ്യപ്പനാശാരി. മൂപ്പർ കുറച്ചുകൂടി വൈചിത്ര്യം എന്നല്ല സർഗാത്മകതയുള്ള മനസ്സിന്റെ ഉടമയായിരുന്നു. ഇന്ന് ഈ കണ്ടുപിടിച്ചൊന്നില്ലായിരുന്ന കാലത്ത് രക്തചന്ദനത്തിന്റെ വലിയ ചതുരക്കട്ടകൾ കൊണ്ടുവന്ന് വെച്ച് ശംഖ് നിർമ്മിക്കാനുള്ള ശ്രമം നടത്തിയിരുന്ന ആളാണ് ഈ അയ്യപ്പനാശാരി. പണിക്ക് പോകാനൊക്കെ സാധാരണ ആശാരിമാരുടെ വീട് പണിക്ക് പോകുന്ന ആശാരിമാരുടെ പോലെ പോകാനുള്ള മടിയൊക്കെ അതിലുണ്ട്. പട്ടിണി കിടക്കും. ചെറിയ മുട്ടവിളക്കിന്റെ വെളിച്ചേരെ കഴിഞ്ഞിട്ട് കുത്തിരുന്നാണ് ഈ മരം കാവ്യം നടത്തുന്നത്. അപ്പൊ പുള്ളിയുടെ ഉദ്ദേശം ഒരു ശംഖ് ഉണ്ടാക്കൽ മാത്രമല്ല, ആ ശംഖ് വിളി കേൾപ്പിക്കുക എന്നുള്ളത്. അത് ഒന്നാമത്തെ ശംഖ് ഉണ്ടാക്കി നടന്നില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ 9ാമത്തെ ശംഖ് വിളിച്ച് വിളി കേൾപ്പിച്ചു അയ്യപ്പനാശാരി. അത് കഴിഞ്ഞ് 1-2 ആഴ്ചക്കുള്ളിൽ അദ്ദേഹം മരിച്ചുപോയി ചെയ്തു. ഞാനിപ്പം ചെയ്യുന്നത് ഈ രക്തചന്ദനത്തിനൊന്നല്ല ഞാൻ കൊത്തണം. കടലാസം അക്ഷരമൊക്കെ വെച്ച് എന്തൊക്കെയോ കൊത്തുപണി ചെയ്യുന്നുണ്ട്. എൻ്റെ ശംഖ് ഉണ്ടാക്കാനുള്ള ശ്രമം ഞാൻ നടത്തുകയാണ്. വിളി കേട്ടിട്ടില്ല ഇതുവരെ. എന്നെങ്കിലും ഒരിക്കൽ
വിളിച്ചാലും വിളികളെത്തുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി കഴിഞ്ഞാൽ മേപ്പോട്ട് പോവാം എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ എൻ്റെ രീതിയിൽ എഴുതാൻ കഴിയാത്ത ഒരാളുടെ വാക്കുകളായിട്ട് ഇതിനെ കണ്ടാൽ മതി. എഴുത്തിനെ കുറിച്ചൊക്കെ എനിക്കിതിന് മറുപടി ഒന്നും പറയാനില്ല. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടിച്ചാടുന്ന മഞ്ജു എനിക്ക് മകളെ പോലെയാണ്, മകളല്ല, സംസാരിക്കാമെന്ന് പറഞ്ഞു. പേപ്പർ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞ സാരമില്ല, ആരെങ്കിലും എന്നെപ്പോലെയുള്ള ഭർത്താവ് മുമ്പിൽ സംസാരിക്കുന്നതായിട്ട് വിചാരിച്ചാൽ പറഞ്ഞുകൊണ്ടാണ് മഞ്ജു ഓടി വന്നു. സ്വാഭാവിക അത്രത്തോളം അന്ന് പിന്നെ എനിക്ക് സ്നേഹമുള്ള ഒരുപാട് പേരറിയാവുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവരെ കണ്ടത് സന്തോഷത്തിലുപരി ഒരു തേങ്ങൽ വരുന്നത്. അതെന്താ കാരണം എന്നൊക്കെ അറിയാം. ഇപ്പൊ കവിത ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് മകനെ പോലെ ഞാൻ കവിമകൻ എന്ന് വിളിച്ചിട്ടുള്ളത് ഒരാളായിരുന്നു മലയാളത്തിൽ. അവരെ ഫോണിൽ വിളിച്ചാൽ കിട്ടാറില്ല, എടുക്കില്ല. പക്ഷെ ഇന്നിവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആളുടെ പേര് ദുർഗാപ്രസാദ് എന്നാണ്. ഞാൻ എൻ്റെ കവിത ചൊല്ലുന്നേക്കാൾ ദുർഗാപ്രസാദിന്റെ കവിത ചൊല്ലുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ ഞാൻ ബാബു പറഞ്ഞിലേക്ക് ഞാനൊരു കവിത ചൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് ദുർഗാപ്രസാദ് ഉടൻ തന്നെ കവിത ചൊല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാഴ്ത്തപ്പെട്ടവൾ കന്യാസ്ത്രീയെ കുറിച്ചുള്ള കവിതയാണ്. വയലിൻ പഠിച്ചിരുന്നത് കന്യാസ്ത്രീയാണ്. വഴക്കിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. മേരി കന്യകയായ ഒരു വയലിൻ ആയിരുന്നു. വയലിൻ കമ്പി പോലെ മെലിഞ്ഞവൾ, വെള്ളയുൾപ്പെട്ട കുഞ്ഞാട്, ചൗടലിയുടെ കയ്യിൽ തൂങ്ങി മഠത്തിന്റെ പടവുകളിൽ അവളുടെ അവരോഹണം. മേരി കന്യകയായ ഒരു വയലിനായിരുന്നു. വയലിൻ കമ്പി പോലെ മെലിഞ്ഞവൾ, വെള്ളയുൾപ്പെട്ട കുഞ്ഞാട്, ചൗടലിയുടെ കയ്യിൽ തൂങ്ങി മഠത്തിന്റെ പടവുകളിൽ അവളുടെ അവരോഹണം. പുൽക്കുട്ടിൽ ഇഴഞ്ഞത് ശങ്കരാഭരണങ്ങൾ, നിദ്ര വിട്ടുണർന്നത് പൂക്കളും പുലരിയും, സ്വപ്ന സഞ്ചാരം നിർത്തി ഭൂമിയും ഭൂവാളവും. നിലച്ചു മൃദംഗാത്ഥാന ദുഃഖടാളം, നിലച്ചു മൃദംഗാത്ഥാന ദുഃഖടാളം. മരിയൻ കൺവെൻഷനിൽ ദുഃഖഗാന്ധാരം മേരി, അപരാഹ്നത്തിൽ മേരി യമുനാവലിയായൊഴുകി. ദാഹം തീർത്തു ഹിന്ദുവളതരംഗങ്ങൾ, മാവു പൂത്തപ്പോൾ മേരി കുയിലായി. കലിതുള്ളി ആകാശം കറുത്തപ്പോൾ ചാരുദേശിയായി. പിന്നെ നമ്മുടെ മുറിയിലെ നിശബ്ദവനത്തിലും മഴ പോലെ ചാരി മേരി നമുക്കു ജീവന്നു. അങ്ങനെ അത്യാനന്ദ ഭൈരവി പെയ്തേ തുറന്നു. ഒടുവിൽ കാണുമ്പോൾ അവളുടെ കമ്പികൾ പൊട്ടിയിരുന്നു. തലയിൽ കറുപ്പ് തുണിയിട്ട വയലിൽ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. പിന്നെ ആണിപ്പഴുത്തുള്ള ഒരു കയ്യിൽ തൂങ്ങി സ്വർഗത്തിലേക്കുള്ള പടവുകളിൽ അവളുടെ ആരോഹണം. ഒടുവിൽ കാണുമ്പോൾ അവളുടെ കമ്പികൾ പൊട്ടിയിരുന്നു. തലയിൽ കറുപ്പ് തുണിയിട്ട വയലിൽ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. പിന്നെ ആണിപ്പഴുത്തുള്ള ഒരു കയ്യിൽ തൂങ്ങി സ്വർഗത്തിലേക്കുള്ള പടവുകളിൽ അവളുടെ ആരോപണം. ചേട്ടൻ്റെ ആദ്യ സമാഹാരത്തിൻ്റെ പുതുക്കിയ പതിപ്പിന് ഹൃദയം പറഞ്ഞ ആശംസകൾ നേരുന്നു. ഈ ഒരു സ്നേഹസമ്പന്നമായ ഈ ചടങ്ങിൽ പങ്കുചേരാൻ സാധിച്ചത് വലിയ സന്തോഷം.
ഉമ്മ എന്ന കവിതയാണ് പറയുന്നത്. കവി അക്ബറിൻ്റെ ഉമ്മയെപ്പറ്റി അദ്ദേഹം എഴുതിയ കവിതയാണ് ഉമ്മ. ഏര്യമംഗലം കാട്ടിലെ പുല്ലേ, നീലമേഘത്തെ ഓടിച്ച കാറ്റേ, ഏര്യമംഗലം കാട്ടിലെ പുല്ലേ, നീലമേഘത്തെ ഓടിച്ച കാറ്റേ, ആടയെങ്ങാനും അക്ബറെ കണ്ടോ, ആടയെങ്ങാനും അക്ബറെ കണ്ടോ. തൂശി വീണ കിണറുള്ള വീട്ടിൽ ഐശുവുമായിക്കു കൂട്ടിരിക്കാമോ, തൂശി വീണ കിണറുള്ള വീട്ടിൽ ഐശുവുമായിക്കു കൂട്ടിരിക്കാമോ. കാക്ക കൊത്തി പറിക്കാത്ത ചക്കേ, കാക്ക കൊത്തി പറിക്കാത്ത ചക്കേ. ഉച്ചവെയിലത്തുറങ്ങുന്നു പാലം, കട്ടുറുമ്പായി കടിച്ചു സന്താപം. ഉച്ചവെയിലത്തുറങ്ങുന്നു പാലം, കട്ടുറുമ്പായി കടിച്ചു സന്താപം. ആടയെങ്ങാനും അക്ബറെ കണ്ടു, കൂടെയാരാനും ഉണ്ടായിരുന്നു. ആടയെങ്ങാനും അക്ബറെ കണ്ടു, കൂടെയാരാനും ഉണ്ടായിരുന്നു. ചോരവെള്ളം കുടിക്കുന്ന മൂരിളാവിനെ പോലെ ഓർമ്മ കുത്താടി, അക്കരെ ചെന്ന കൃത്തിയിൽ വാകയ്ക്കപ്പുറത്തേക്കു നോക്കി കരഞ്ഞു. ചോരവെള്ളം കുടിക്കുന്ന മൂരിളാവിനെ പോലെ ഓർമ്മ കുത്താടി, അക്കരെ ചെന്ന കൃത്തിയിൽ വാകയ്ക്കപ്പുറത്തേക്കു നോക്കി കരഞ്ഞു. പച്ച കാണാതെ പൊട്ടിക്കരഞ്ഞു, അക്കുകാറി പൊളിക്കയാണുമ്മ. പച്ച കാണാതെ പൊട്ടിക്കരഞ്ഞു, അക്കുകാറി പൊളിക്കയാണുമ്മ. നേര്യമംഗലമില്ലാതെ ഞാൻ നാടു വിട്ടെങ്ങു പോയി പിഴയ്ക്കാൻ. നേര്യമംഗലമില്ലാതെ ഞാൻ നാടു വിട്ടെങ്ങു പോയി പിഴയ്ക്കാൻ. ആക്കുവെറ്റില ചുണ്ണാമ്പ് കൊയില കുട്ടിമുട്ടുന്നതുമ്മാന്റെ വായിൽ. ആക്കുവെറ്റില ചുണ്ണാമ്പ് കൊയില കുട്ടിമുട്ടുന്നതുമ്മാന്റെ വായിൽ. ചൊപ്പുവിപ്ലവം തിണ്ണയ്ക്കു താഴെ, ചൊപ്പുവിപ്ലവം തിണ്ണയ്ക്കു താഴെ. കാച്ചിയിൽ കറപ്പാടിൻ കറുപ്പ്, കാച്ചിയിൽ കറപ്പാടിൻ കറുപ്പ്. കെട്ടുപൊട്ടിച്ചിരിച്ച മുറ്റത്തോ കൊച്ചുകുട്ടികൾ തിക്കിത്തിരക്കി. കെട്ടുപൊട്ടിച്ചിരിച്ച മുറ്റത്തോ കൊച്ചുകുട്ടികൾ തിക്കിത്തിരക്കി. ഉപ്പിലിട്ട നെല്ലിക്കയ്ക്കു വേണ്ടി ചില്ലുകുപ്പി ബിസ്കറ്റുമിട്ടായി. ഉണ്ണിമാല കുണുക്ക് പല്ലൊട്ടി കണ്ണുവെച്ചവർ നാക്കൊലിപ്പിച്ചു. കപ്പലോടിച്ച പൂമരച്ചോട്ടിൽ സോഷ്യലിസ്റ്റ് സമ്മേളനം തീർന്നു. നിസ്കരിക്കാൻ തുടങ്ങുന്നു മോന്തി, നിസ്കരിക്കാൻ തുടങ്ങുന്നു മോന്തി. ഏടെയാണവൻ റോട്ടിലെ പൂച്ചേ, ഏടെയാണവൻ നൈസിട്ട മീനെ. ഏടെയാണവൻ റൊട്ടിലെ പൂച്ചേ, ഏടെയാണവൻ നൈസിട്ട മീനെ. ഇങ്ങനെ കവിക്കുണ്ടായിരുന്നു പണ്ടു പണ്ടേ ബഷീറിന്റെ ഉമ്മ. ഇങ്ങനെ കവിക്കുണ്ടായിരുന്നു പണ്ടു പണ്ടേ ബഷീറിന്റെ ഉമ്മ. ഇന്നലെ ശരിക്കുണ്ടായിരുന്നു കണ്ണടഞ്ഞു കരിഞ്ഞൊരുമിഞ്ഞ. ഇന്നലെ ശരിക്കുണ്ടായിരുന്നു കണ്ണടഞ്ഞു കരിഞ്ഞൊരുമിഞ്ഞ. ഒന്ന് മുണ്ടാണ്ടിരിക്കീ നബീസു, ഒന്ന് മുണ്ടാണ്ടിരിക്കീ നബീസു.